വീട്ടിൽ തന്നെ എങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുറി തേങ്ങ എടുത്തിട്ടുണ്ടേ, അതായത് 2 തേങ്ങ. അത് ഞാനിങ്ങനെ പുളി ഇട്ടിനെ, ചിരവാനെല്ലാം മടി കൊണ്ടാണ്, വേറെ എന്തിട്ടും അല്ല. ഇങ്ങനെ പൂളാൻ വേഗം കിട്ടും. പിന്നെ ഇങ്ങനെ പുളി ഇട്ടിട്ട് അത് ഞാൻ ചെറുതായിട്ട് മുറിച്ചും വെച്ചിട്ടുണ്ടേ. ചിരവി എടുക്കുന്നതാണെങ്കിൽ തുണിയിലിട്ട് പിഴിഞ്ഞെടുത്താലും മതി, നല്ലോണം കൈ കൊണ്ട് അല്ലെങ്കിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട്. ഇത് ഞാൻ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ടേ. ചെറുതായി മുറിച്ചിട്ട് ആദ്യം ഒരു ട്രിപ്പ് അടിച്ചു. എല്ലാം ഒന്നിച്ച് ഒന്നരപ്പാടി ഒന്നും ഇടുന്നില്ലേ, കുറച്ചായിട്ട് ഇട്ടിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് വെള്ളം അധികമാണ്, പിന്നെ ഇത്രയൊന്നും വെള്ളം ഒഴിക്കണ്ട. ഇത് ഒഴിച്ചൊരു അധികമായിപ്പോൾ ഇതാണ്. ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ടേ. തെച്ചും അങ്ങനെ അരച്ചെടുത്തിനെ. എനിക്കിത് അരച്ചെടുക്കാനൊരു കോട്ടൻ്റെ തുണി ഉണ്ടായിട്ടില്ല, വെള്ളത്തുണി ഉണ്ടായിട്ടില്ലേ. ഞാനൊരു കോട്ടൻ്റെ ഷാൾ എടുത്തിന്. കളറൊന്നും പോകുന്നതെന്നല്ലേ, കളറൊന്നും പോകാത്ത കോട്ടൻ്റെ ഷാളാണ്. എന്നിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കോട്ടൻ്റെ ഷാളിലിട്ടിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 വട്ടമായിട്ട് അരച്ചെടുക്കാനേ ഉണ്ടായിട്ടേ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി, ആ പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി തേങ്ങ ഉണ്ടാവില്ലേ, നമ്മൾ പിണ്ടി എന്ന് പറയും, തേങ്ങാപ്പിണ്ടി. അതൊന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിലിട്ടിട്ട്, മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ആ പാലും കൂടി എടുത്തിട്ടാണ് ഞാൻ പിഴിയാനിട്ടിന്. ഈ ഷാലിലിട്ടിട്ടാണ് ഞാൻ പിഴിഞ്ഞിന്. ഇത്രയാണ് നമുക്ക് അത് തേങ്ങ അരച്ചിട്ട് കിട്ടിയത്. ഇത് കുറച്ചായിട്ട് ഞാൻ ആ ഷാളിൻ്റെ അകത്തിട്ടിട്ട് തേങ്ങാപ്പാലാക്കി എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ പോകുന്നുണ്ട, കുറച്ച് വെള്ളം അധികമാണ് ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ തേങ്ങാപ്പിണ്ടി. ഇതും കൂടെ അരച്ചെടുത്തിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുക. നമ്മളൊരു ഉരുളിയിലാണ് എണ്ണ കാച്ചുന്നത്, അടുപ്പത്ത് വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഉരുളി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിനെ. നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യുക. ഇത്രയും തേങ്ങാപ്പാൽ കിട്ടീനെ. ആ തേങ്ങ അരച്ചേരം ആ 4 മുറി തേങ്ങേൻ്റെ അകത്തുനിന്ന് 2 തേങ്ങേൻ്റെ അകത്തുനിന്ന് ഇത്രയും പാലാണ് കിട്ടീനി. എന്നിട്ട് ഇത് ആ ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുത്തിന്. ഉരുളി ചൂടായി വന്നിനി, അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടേ. കുറച്ചധികം വെള്ളമാണ്, അത് വറ്റി വന്നോളും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിന്. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിനെ. ഇത് തിളക്കാൻ തുടങ്ങിനെ. എൻ്റെത് കുറച്ച് വെള്ളമായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ സത്ത് മുഴുവൻ മേലെയും അടിയിൽ വെള്ളമായിട്ട് തിളച്ച് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിനെ. കുറുകി വരുന്നുണ്ട്. അത് തിളച്ച് വരുന്നത് കണ്ടോ, അത് മാത്രമേ അതിൻ്റെ സത്തായിട്ടുള്ളൂ, ബാക്കി അടിയിലുള്ളത് ഫുള്ള് വെള്ളമാണ്. കുറച്ച് ഇങ്ങനെ വറ്റിയിട്ട് ഇങ്ങനെയായിനെ. നല്ലോണം വറ്റിയിട്ടുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ കണ്ട ആ സൈഡിൽ കാണുന്നത് എണ്ണയാണ് തെളിഞ്ഞ് വന്നത്. ചില ആൾക്കാർ ഇങ്ങനെ ആകുമ്പോൾ തന്നെ വാങ്ങി വെക്കും. ഞാൻ നല്ലോണം കറുക്കാൻ വെക്കുവേ, കറുത്ത് കളറാകുമ്പോൾ വാങ്ങി വെക്കൽ. എന്നിട്ട് അതിൻ്റെ ആ വെള്ള കളറ് സാധനം കറുത്തതായിട്ട് വരുമ്പോൾ അത് ഞാൻ പിഴിഞ്ഞിട്ട് എണ്ണ എടുക്കലുണ്ട്. ഇപ്പം അടിയിൽ പിടിച്ച് വരുക നല്ലോണം. ഇങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തണിയാൻ വെച്ചിട്ട് തണുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത ഉണ്ടകളാണ് ഈ കാണുന്നത്. അതിൻ്റെ പിണ്ടി ഇതാണ് കിട്ടിയ വെളിച്ചെണ്ണ. 1 ഗ്ലാസ് വെളിച്ചെണ്ണ ഇട്ടിനി 2 തേങ്ങേൻ്റെ അകത്തുനിന്ന്.